സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AI നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും AI കാരണം ഉണ്ടാവുന്ന ജോബ് കട്ടുകളൊക്കെയാണ്. എല്ലാ മേഖലയും AI ബാധിക്കുമെങ്കിലും ഒരു 80% ജോബ് കട്ട് വരുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചില ജോലികൾ AI വരുന്നതോടുകൂടി വളരെ എളുപ്പമാവും. AI ഒരുപാട് സപ്പോർട്ട് പല ജോബുകൾക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ചില ജോബുകളുടെ 80% AI കട്ട് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ജോബുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബില്ലിംഗ് ജോബുകളാണ്. നമ്മൾ ലുലു, നെസ്റ്റോ പോലത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ബില്ലിങ്ങിന് ഒരു 10-15 കൗണ്ടറുകൾ കാണാറുണ്ട്. ഈ 10-15 കൗണ്ടറുകളിലൊക്കെ നമ്മളെ ബില്ലിംഗ് ചെയ്യിക്കാനും അതിന് ഹെൽപ്പ് ചെയ്യിക്കാനുമായിട്ട് ഓരോ എംപ്ലോയീസും കാണാറുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ആ ബില്ലിങ്ങിന്റെ കൗണ്ടറിലൂടെ പോകുന്ന സമയത്ത് എല്ലാവരും അവരുടെ QR കോഡ് വെച്ചിട്ട് ഓരോ സാധനങ്ങളെയും ബിൽ ചെയ്ത് അതിന്റെ പേയ്മെന്റ്, ഡിജിറ്റൽ പേയ്മെന്റ് അവിടെ തന്നെ നടത്തിയിട്ട് നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ടെക്നോളജി ജപ്പാനിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലുലു, നെസ്റ്റോ പോലത്തെ 2-3 ഷിഫ്റ്റിൽ ബില്ലിങ്ങിൽ 10-15 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നതിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ടെക്നോളജി വളരെ പെട്ടെന്ന് അവർ അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ബില്ലിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകളും അതുപോലെ ഒരു ബില്ലിംഗ് കരിയറിലൊക്കെ എത്തിപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളും ഈ ഒരു കരിയറിനെ മറക്കുന്നതാണ് നല്ലത്. സോ ഭാവിയിൽ ഈ ഒരു ജോബ് റോൾ, ബില്ലിംഗ് ജോബ് റോൾ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായിട്ട് AI വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു കരിയറാണ് ഡാറ്റ എൻട്രി. നോർമലി നമ്മൾ പല സ്ഥാപനങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഇൻഫർമേഷൻ ആദ്യം റിസീവ് ചെയ്ത് അവിടെ എൻട്രി ചെയ്യുന്ന കുറേ ജോബ് റോളുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനികളുടെ ഫ്രണ്ട് ഡെസ്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് അവിടെ കളക്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ജോബ് റോളും റോബോട്ടിക്സും AI ഒക്കെ വരുന്ന സമയത്ത് കട്ട് ചെയ്യപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നോർമലി അവിടെ പോയിട്ട് നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും അവിടെ എൻട്രി ചെയ്യാനുള്ള ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോബ് റോളും സ്പെസിഫിക്കലി കട്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഒരു വേർഷൻ ഓൾറെഡി നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകൾക്ക് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. ഇപ്പം വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് വെൻഡിങ് മെഷീൻ പോലത്തെ ഒരു വെൻഡിങ് മെഷീൻ അവിടെ ഉണ്ടാവും. നമ്മൾ കാണേണ്ട ഡോക്ടറുടെ പേരും നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ OP ടിക്കറ്റ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് തരുന്ന ഡിവൈസുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ആണ്. വെരി നിയർ ഫ്യൂച്ചർ ആയിട്ട് ഈ ഒരു മേഖലയ്ക്ക് ഒന്നുകൂടെ വൈഡായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ജോബുകൾ വരെ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 3, AI മൂന്നാമതായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജോബ് സെക്ടറാണ് ടെലികോളിംഗ്. നോർമലി നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെലികോളേഴ്സിന്റെ സഹായം ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI റെവല്യൂഷനിൽ ഈ ഒരു ജോബ് റോളൊക്കെ മിക്കതും മിനിമൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. നമ്മൾ നോർമലി ടെലികോളിംഗ് നടത്തി നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഇപ്പോൾ AI ചാറ്റ് ബോട്ടുകളുടെ സഹായത്തോടെ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിൽ തന്നെ മിക്കവരും പലരും കോൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ടായി ഫീൽ ചെയ്യുന്നത് ചാറ്റിംഗ് ആണ്. സോ ഈ AI ചാറ്റ് ബോട്ടുകളുടെ സഹായവും അതുപോലെ തന്നെ FAQ ക്വസ്റ്റ്യൻസിന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ വെർച്വൽ അസിസ്റ്റൻസ് ഒക്കെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി നോർമലി ഈ ടെലികോളിംഗ് ഉള്ള ജോബ് സെക്ടറിന് ഹ്യൂജ് ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. നാലാമതായി ഭാവിയിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു ജോബാണ് ഡ്രൈവർ ജോബ്സ് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ആളുകൾ ബിലീവ് ചെയ്യും എന്നറിയില്ല. എന്നാലും ഇതിന്റെ ഒരു വേഴ്സ്റ്റ് കേസ് നമുക്ക് മുന്നിൽ വരാനുള്ളത് ഡ്രൈവർ ജോബ് ഓൾമോസ്റ്റ് കട്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ടെസ്ല പോലത്തെ കമ്പനികളെ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ എങ്ങനെ മാർക്കറ്റിൽ ഇറക്കാം എന്നാണ് അവർ ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് പല രാജ്യങ്ങളിലും ടെസ്ല ഇതിൽ സക്സസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ദുബായ് ഗവൺമെന്റ് അടക്കം ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മുന്നിലുള്ള എല്ലാ ഒബ്സ്ട്രക്ഷൻസിനെയും ഇത് മറികടക്കുന്ന ഒരു കപ്പാസിറ്റി ഇന്നത്തെ വാഹനങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. മുന്നിലുള്ള സീബ്ര ലൈനിനെയും അതുപോലെ ആളുകളെയും മുന്നിലുള്ള വണ്ടികളെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഇന്നത്തെ AI വാഹനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ഭാവിയിൽ നിയർ ഫ്യൂച്ചർ ഒരു ലോങ് റൂട്ടിലേക്കൊക്കെ പോകുന്ന ട്രക്കുകളിലൊക്കെ AI വരികയാണെങ്കിൽ, അതുപോലെ ടാക്സി കാറുകളിലൊക്കെ AI വരികയാണെങ്കിൽ ഡ്രൈവർ എന്നുള്ള ഒരു ജോബ് തസ്തിക തന്നെ ഇല്ലാതാവാനാണ് സാധ്യത. AI അഞ്ചാമതായി റീപ്ലേസ് ചെയ്യുന്ന കരിയർ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും ഞെട്ടും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഒരു 4-5 വർഷം മുന്നേ വരെ ഭയങ്കര ബൂമുണ്ടായിരുന്ന ഒരു കരിയറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഓപ്പൺ AI പോലത്തെ AI സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവോടെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന മേഖല തന്നെ ഇല്ലാണ്ടാകുമെന്നാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് പറയുന്നത്. ഇപ്പോൾ ChatGPTയുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ കോഡിങ്ങും പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തന്നെ ജനറേറ്റ് ചെയ്ത് തരും. സോ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഈ ഒരു കോഡിങ്ങിന്റെ ബേസിക് ലെവലോ അല്ലെങ്കിൽ മിഡ് ലെവലോ ഒക്കെ ആയിരിക്കും. ഈ ജോബ് റോളുകൾ ഓൾമോസ്റ്റ് ChatGPT വെച്ച് നമുക്ക് നികത്താൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഒരു സീനിയർ പൊസിഷനിൽ ഒരു കോഡിംഗ് ഡെവലപ്പിംഗ് ഏരിയയിൽ മാത്രമേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് റോൾ ഉണ്ടാവൂ. ബാക്കി എല്ലാം AI റീപ്ലേസ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സിനാരിയോ മുന്നോട്ട്
മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കമ്പനികൾ, അതായത് ബാംഗ്ലൂരും കൊച്ചിയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും ഒരുപാട് IT കമ്പനികൾ മിക്ക രാജ്യങ്ങളുടെയും ഔട്ട്സോഴ്സിംഗ് വർക്കുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോഡിംഗ് വർക്കുകളുടെ എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് ലെവൽ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ജോബ് കട്ടാവുകയാണെങ്കിൽ അവർക്കൊരു വേറെ ജോലിയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അവർക്കൊരു പുതിയ കരിയർ ബിൽഡ് ചെയ്യുന്നതും ബുദ്ധിമുട്ടായിരിക്കും. ഭാവിയിൽ ഏത് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ചോദ്യചിഹ്നമാണ്. സോ ഞാനീ പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ കോഡിങ്ങിലുള്ള എല്ലാ ജോബും കട്ട് ചെയ്യപ്പെടുന്നല്ല, ഓൾമോസ്റ്റ് 80% മിഡ് ലെവലിലും അതുപോലെ തന്നെ എൻട്രി ലെവലിലുള്ള ജോബുകളൊക്കെ ChatGPT വെച്ച് നമുക്കിന്ന് ചെയ്യാൻ പറ്റും. സോ സീനിയർ ലെവലിലുള്ളവർക്ക് മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഒരു സാധ്യത ഉണ്ടാവൂ. അതിൽ തന്നെ വേഴ്സ്റ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ കൂടെ ഉണ്ടാവും. സോ 2025 ഞാനീ പറഞ്ഞ ഏതെങ്കിലും ഒരു കരിയറിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കുക. നിങ്ങൾ നിലവിൽ ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ആലോചിക്കുക. കാരണം AI വ്യാപനം അത്ര വലുതാണ്. സോ ഇങ്ങനെയൊക്കെയാണെങ്കിലും AI നമുക്ക് മുന്നിൽ തുറന്നിടുന്ന സാധ്യതകൾ ഒരുപാട് വലുതാണ്. പുതുതായിട്ട് AI മൂലം ഒരുപാട് ജോബ് സെക്ടറുകൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, പുതിയ സാധ്യതകളും വരുന്നുണ്ട്. സോ അത്തരത്തിൽ ഏതാണ് നമുക്ക് പുതുതായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മേഖലകൾ എന്നറിയാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.